ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ബ്രെഡ് ഉപയോഗിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പില്ലോ തയ്യാറാക്കിയെടുത്താലോ. അതായത് നമുക്ക് പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തയ്യാറാക്കിയെടുക്കുന്നത് ഒരു 3 ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ട് നമ്മൾ പച്ചോട് കൂടി തന്നെ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമ്മൾ 2 പച്ചമുളകും ഒരു സബോളയും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് ഞാനിവിടെ ഈ ചോപ്പറിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചോപ്പറിലിട്ടിട്ട് തന്നെ ചതച്ചെടുക്കണമെന്ന് യാതൊരു നിർബന്ധവും. നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങും സബോളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് പുഴുങ്ങിയിട്ട് നമുക്ക് സബോളയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഉടച്ചെടുത്താലും മതി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത് ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ സബോളയുടെ കൂടെ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിപ്പോൾ ചതച്ചെടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഇപ്പോൾ 1/4 കപ്പ് വെള്ളവും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ പാന് ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 5 മുതൽ ഒരു 7 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്നും മൂടി വെച്ചാൽ മതി. അങ്ങനെ നമ്മളൊരു 7 മിനിറ്റിനുള്ളിൽ നോക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും, വെന്ത് ഉടഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചൂടാറിനോട് കൂടി തന്നെ നമുക്ക് ഇനി ബ്രെഡ് മുക്കി പൊരിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 3 ചെറിയ ഉരുളക്കിഴങ്ങിന് 4 സ്ലൈസ് ബ്രെഡിലേക്കുള്ള ഉരുളക്കിഴങ്ങ് തികയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ചെറിയ ഉരുളക്കിഴങ്ങ്, 2 മുട്ട, 4 സ്ലൈസ് ബ്രെഡ്. അപ്പോൾ അതിലേക്ക് 2 മുട്ടയിലേക്ക് നേരത്തെ പോലെ തന്നെ ഒരു സബോള, 2 പച്ചമുളക്, കറിവേപ്പില, ഒരു തണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ അടിച്ചെടുക്കുക. ഈ ഇഞ്ചി ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. മുട്ടയുടെ ഒരു മണമൊക്കെ മാറി കിട്ടാനായിട്ട് നമ്മൾ ഇഞ്ചി ചേർക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ഇപ്പോൾ ചേർക്കാൻ ഞാൻ മറന്നതാണ്. അപ്പോൾ അടിച്ചെടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നത്. ഇനി 4 സ്ലൈസ് ബ്രെഡ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ചൂടാറിയേക്കുന്ന ഉരുളക്കിഴങ്ങ് വെന്തത് നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ വെച്ചെടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. 4 സ്ലൈസ് ബ്രെഡിലേക്കുള്ള ഉരുളക്കിഴങ്ങുള്ള ഇത്. അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ ഈ 4 സ്ലൈസ് ബ്രെഡിലേക്ക് 2 എടുത്താൽ മതി. ചെറിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഞാനിവിടെ 3 എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ആയിട്ട് എടുക്കണ ഉരുളക്കിഴങ്ങാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ ഉടച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ബ്രെഡിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മൊസറല്ല ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസൊന്നും എടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഈ ബ്രെഡിൽ വേണമെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ ഇതേപോലെ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. നമുക്ക് ചീസ് ബട്ടറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടോ അല്ലെങ്കിൽ ഒക്കെ എടുക്കാം, നമുക്കതൊന്നും പ്രശ്നമില്ല. ഇനി നമ്മൾ ബ്രെഡ് സ്ലൈസിൽ ഇതൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും ഒരു സൈഡിൽ മാത്രം നമ്മൾ ഇതേപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മറ്റേ സൈഡിൽ നമ്മൾ ഒന്നും ഇതുവരെ തേച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റേ സൈഡ് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഇട്ടിട്ട് നമ്മൾ ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നെയ്യിൽ നമ്മളിപ്പോൾ
ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നമ്മളിപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം, അതായത് നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും തേച്ച് കൊടുക്കാത്ത ഭാഗം നമ്മൾ വെച്ചിട്ട് മൊരിയിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് ബ്രെഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ തേച്ച ഭാഗം കൂടിയിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതും ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് പാനിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ പേടിക്കേണ്ട, നമ്മൾ അടുത്ത ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വന്നുകൊള്ളും. അങ്ങനെ നമ്മൾ 4 സ്ലൈസ് ബ്രെഡും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ബട്ടറിനും നെയ്യിക്കും പകരമായിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ മറ്റേത് ഓയിൽ എടുത്താലും നമുക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ. നമ്മൾ എടുക്കുമ്പോൾ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നമ്മളിപ്പോൾ 4 ബ്രെഡ് സ്ലൈസും നമ്മൾ ഇതേപോലെ ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുക്കടുക്കായിട്ട് വെച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂട്ടില്ലേ, നമ്മൾ മുട്ടയും സബോളയൊക്കെ കൂടിയിട്ട് അടിച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ബ്രെഡ് ഇതേപോലെ അടുക്കടുക്കായിട്ട് വെച്ചേക്കാണ്. 4 സൈഡും ശ്രദ്ധാപൂർവം നമ്മൾ ഈ മുട്ടയിൽ മുക്കിയെടുക്കണം. അപ്പോൾ 4 സൈഡും നമുക്ക് മുങ്ങി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 4 സൈഡിലും നമ്മൾ നല്ലപോലെ ഈ ബ്രെഡ് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഇനി ആ സെയിം പാനിൽ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ 4 സൈഡും നമ്മൾ ശ്രദ്ധാപൂർവ്വം മറിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആ സെയിം പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നേരത്തെ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്ത ആ സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആദ്യം നമ്മൾ ഈ ബ്രെഡ് വെച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഒരു പില്ലോ പോലെ ഇരിക്കും, അതുകൊണ്ടാണ് ബ്രെഡ് പില്ലോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 4 സൈഡും നമ്മൾ മറിച്ചിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ബ്രെഡ് ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് മറിച്ചിടുക. അപ്പം നമ്മുടെ ബ്രെഡ് പില്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ അളവിൽ വേണമെങ്കിൽ നമുക്ക് 3 or 4 വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കൂടുതൽ അളവിൽ ഉരുളക്കിഴങ്ങും ബ്രെഡൊക്കെ എടുത്ത് ചെയ്താൽ നമുക്ക് 2 or 3 അളവിലൊക്കെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണത്തിനുള്ള അളവിൽ മാത്രം ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ മുട്ടയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഇപ്പം ഞാനിതിവിടെ മുറിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും